അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻഫർമേഷൻ ടെക്നോളജി എന്ന സബ്ജക്റ്റിലെ ഇൻ്റർനെറ്റ് എന്നതിൻ്റെ ഭാഗം 2 നോക്കുന്നത്. ആദ്യത്തെ ഭാഗം കാണാത്തവർ അത് കണ്ടിട്ട് ഇതിലേക്ക് വരാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന എല്ലാ ക്ലാസ്സുകളുടെ ഫ്രീ PDF നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിലൂടെ ലഭ്യമാകുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് നേരെ ഏതായാലും വീഡിയോയിലോട്ട് പോകാം. മിക്ക PSC പരീക്ഷകളിലും ചോദിക്കുന്ന ചോദ്യമാണ്. ഇതിൽ നിന്നും മിക്ക പരീക്ഷകൾക്കും ചോദ്യം വരാറുണ്ട്. ഓക്കെ, അപ്പം എന്താണ് ഇൻ്റർനെറ്റ്? നെറ്റ്വർക്കുകളുടെ നെറ്റ്വർക്ക് എന്നും എന്താണ് നെറ്റ്വർക്കുകളുടെ നെറ്റ്വർക്ക് എന്നും ഇൻ്റർനാഷണൽ നെറ്റ്വർക്ക് എന്നും അറിയപ്പെടുന്നതാണ് ഇൻ്റർനെറ്റ്. ഓക്കെ, എന്താണ് നെറ്റ്വർക്കുകളുടെ നെറ്റ്വർക്ക് എന്നും ഇൻ്റർനാഷണൽ നെറ്റ്വർക്ക് എന്നും അറിയപ്പെടുന്നതാണ് ഇൻ്റർനെറ്റ്. ഓക്കെ, ഇൻ്റർനെറ്റിൻ്റെ ആദ്യ രൂപം എന്താണ്? അർപ്പാനെറ്റ് ആണ്. അർപ്പാനെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്വാൻസ്ഡ് റിസർച്ച് പ്രോജക്റ്റ് ഏജൻസി നെറ്റ്വർക്ക്. ഓക്കെ, എന്താണ് അഡ്വാൻസ്ഡ് റിസർച്ച് പ്രോജക്റ്റ് ഏജൻസി നെറ്റ്വർക്ക് എന്നതാണ് അർപ്പാനെറ്റ്. അതാണ് ഇൻ്റർനെറ്റിൻ്റെ ആദ്യ രൂപം. ഓക്കെ, അപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ ആദ്യ രൂപം എന്താണ്? അർപ്പാനെറ്റ്. എന്താണ് സംഭവം? അഡ്വാൻസ്ഡ് റിസർച്ച് പ്രോജക്റ്റ് ഏജൻസി നെറ്റ്വർക്ക്. അപ്പോൾ എന്താണ് നെറ്റ്വർക്കുകളുടെ നെറ്റ്വർക്ക് എന്നും ഇൻ്റർനാഷണൽ നെറ്റ്വർക്ക് എന്നും അറിയപ്പെടുന്നതാണ് ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റിൻ്റെ ആദ്യ രൂപമാണ് അർപ്പാനെറ്റ്. ഓക്കെ, എന്താണ് സംഭവം? അഡ്വാൻസ്ഡ് റിസർച്ച് പ്രോജക്റ്റ് ഏജൻസി നെറ്റ്വർക്ക്, അതാണ് അർപ്പാനെറ്റ്. ഈ അർപ്പാനെറ്റ് ആരംഭിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കൻ ഡിഫൻസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ഓക്കെ, ഏത് വർഷമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1969. ഓക്കെ, അപ്പോൾ അർപ്പാനെറ്റ് 1969 അമേരിക്കൻ ഡിഫൻസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് ആരംഭിച്ചത്. ആരാണ്? അമേരിക്കൻ ഡിഫൻസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് 1969 അർപ്പാനെറ്റ് ആരംഭിച്ചത്. പല നെറ്റ്വർക്കുകൾ തമ്മിൽ ബന്ധിപ്പിച്ചുള്ള കൂട്ടായ്മയാണ് ഇൻ്റർനെറ്റ്. ഓക്കെ, പല നെറ്റ്വർക്കുകൾ തമ്മിൽ ബന്ധിപ്പിച്ചുള്ള കൂട്ടായ്മയാണ് ഇൻ്റർനെറ്റ്. അപ്പം അർപ്പാനെറ്റ് 1969 അമേരിക്കൻ ഡിഫൻസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് ആരംഭിച്ചത്. പല നെറ്റ്വർക്കുകൾ തമ്മിൽ ബന്ധിപ്പിച്ചുള്ള കൂട്ടായ്മയാണ് ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റിൻ്റെ പിതാവെന്ന് വിളിക്കപ്പെടുന്നത് ആരെയാണ്? ഇത് നമ്മൾ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എന്ന ടോപ്പിക് എടുത്ത സമയത്ത് നമ്മൾ പഠിച്ചതായിരുന്നു. ആരാണ്? വിൻഡ് സർഫ്. ഓക്കെ, അതിന് നമ്മളൊരു കോഡൊക്കെ പറഞ്ഞ് എങ്ങനെ ഓർത്തിരിക്കാൻ വേണ്ടി. നിങ്ങൾക്കിപ്പോൾ ആ പേര് ഓർമ്മ കിട്ടുന്നില്ല, എന്നാൽ ഇൻ്റർനെറ്റ് എന്ന വാക്കായിട്ട് നമുക്ക് ഉപയോഗിച്ചുകൊണ്ട് ആ പേര് ഓർത്തെടുക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ഇൻ്റർനെറ്റ്, അപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ ഇൻഡ്, അപ്പോൾ വിൻഡ്. ഓക്കെ, വിൻഡ് ഇൻഡ്. പിന്നെ ഇൻ്റർനെറ്റ് നമ്മൾ സെർച്ച് ആണല്ലോ ചെയ്യുന്നത്, അപ്പോൾ സർഫ്. ഓക്കെ, അപ്പോൾ എന്താണ്? വിൻഡ് സർഫ്. അപ്പോൾ ഇൻഡ് വിൻഡ് നമ്മൾ സെർച്ച് ചെയ്യുന്നു, സർഫ്. അപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ പിതാവെന്ന് വിളിക്കപ്പെടുന്നവരാണ് വിൻഡ് സർഫ്. നിങ്ങൾക്ക് ആ വിൻഡ് സർഫ് എന്നുള്ള പേര് ഓർമ്മ കിട്ടുന്നില്ല, പക്ഷേ ഇൻ്റർനെറ്റ് എന്നുള്ള പേരായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു പേരാണെന്ന് ഓർത്തിരുന്നാൽ മാത്രം മതിയാവും. ഓക്കെ, എന്താണ് ഇൻ്റർനെറ്റ് പിതാവെന്ന് വിളിക്കപ്പെടുന്നത്? വിൻഡ് സർഫാണ്. ഇനി IP അഡ്രസ്സ് അഥവാ ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ നിലവിൽ വന്നത് എപ്പോഴാണ്? 1982. ഓക്കെ, ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ നിലവിൽ വന്നത് 1982. ഇന്ത്യയിൽ ഇൻ്റർനെറ്റ് ആരംഭിച്ചത് 1995 ഓഗസ്റ്റ് 15. ഓക്കെ, ഒരു സ്വാതന്ത്ര്യ ദിനത്തിനാണ് ഇന്ത്യയിൽ ഇൻ്റർനെറ്റ് ആരംഭിച്ചത്. എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1995. അപ്പോൾ 1995 ഓഗസ്റ്റ് 15 ഇന്ത്യയിൽ ഇൻ്റർനെറ്റ് ആരംഭിച്ചത്. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഇൻ്റർനെറ്റിൻ്റെ പിതാവെന്ന് വിളിക്കപ്പെടുന്നത് വിൻഡ് സർഫാണ്. ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ അഥവാ IP അത് നിലവിൽ വന്നത് 1982. ഇന്ത്യയിൽ ഇൻ്റർനെറ്റ് ആരംഭിച്ചത് 1995 ഓഗസ്റ്റ് 15. ഇനി പറയുന്നു, ഇന്ത്യയിൽ ആദ്യമായി ഇൻ്റർനെറ്റ് സേവനം നൽകിയത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ VSNL ആണ്. അതാണ് പിന്നീട് BSNL ആയിട്ട് മാറിയത്. VSNL എന്ന് പറഞ്ഞാൽ വിദേശ് സഞ്ചാർ നിഗം ലിമിറ്റഡ്. ഓക്കെ, വിദേശ് സഞ്ചാർ നിഗം ലിമിറ്റഡ്, അതാണ് VSNL. അപ്പോൾ BSNLൻ്റെ ഫുൾ ഫോം എന്താണ് BSNLൻ്റെ ഫുൾ ഫോം? ഭാരത് സഞ്ചാർ നിഗം ലിമിറ്റഡ് എന്നാണ്. ഓക്കെ, അപ്പം എന്നാൽ VSNL ആരാണ്? VSNL ആണ് എന്തുകൊണ്ട് വന്നത്? ഇന്ത്യയിൽ ആദ്യമായി ഇൻ്റർനെറ്റ് സേവനം നൽകിയത്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായി ഇൻ്റർനെറ്റ് സേവനം നൽകിയത് VSNL ആണ്, വിദേശ് സഞ്ചാർ നിഗം ലിമിറ്റഡ്. അപ്പോൾ എന്താണ് ഇൻ്റർനെറ്റ് എന്നുള്ളത് നമുക്ക് ഒന്നുകൂടെ നോക്കാം. നെറ്റ്വർക്കുകളുടെ നെറ്റ്വർക്ക് എന്നും ഇൻ്റർനാഷണൽ നെറ്റ്വർക്ക് എന്നും അറിയപ്പെടുന്നതാണ് ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റിൻ്റെ ആദ്യ രൂപമാണ് അർപ്പാനെറ്റ്. അർപ്പാനെറ്റിൻ്റെ ഫുൾ ഫോം എന്തുവാ? അഡ്വാൻസ്ഡ് റിസർച്ച് പ്രോജക്റ്റ് ഏജൻസി നെറ്റ്വർക്ക്. എന്താണ്? അഡ്വാൻസ്ഡ് റിസർച്ച് പ്രോജക്റ്റ് ഏജൻസി നെറ്റ്വർക്ക് എന്നാണ് അർപ്പാനെറ്റിൻ്റെ ആദ്യ രൂപം. അർപ്പാനെറ്റ് 1969 അമേരിക്കൻ ഡിഫൻസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് ആരംഭിച്ചത്. ആരാണ്? 1969 അമേരിക്കൻ ഡിഫൻസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് അർപ്പാനെറ്റ് ആരംഭിച്ചത്. പല നെറ്റ്വർക്കുകൾ തമ്മിൽ ബന്ധിപ്പിച്ചുള്ള കൂട്ടായ്മയാണ് ഇൻ്റർനെറ്റ്. എന്താണ്? പല നെറ്റ്വർക്കുകൾ തമ്മിൽ ബന്ധിപ്പിച്ചുള്ള കൂട്ടായ്മയാണ് ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റിൻ്റെ പിതാവെന്ന് വിളിക്കപ്പെടുന്നത് വിൻഡ് സർഫാണ്. ഓക്കെ, വിൻഡ് സർഫാണ് ഇൻ്റർനെറ്റ് പിതാവെന്ന് വിളിക്കപ്പെടുന്നത്. ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ അഥവാ IP നിലവിൽ വന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ 1982. ഇനി ഇന്ത്യയിൽ ഇൻ്റർനെറ്റ് ആരംഭിച്ചത് 1995 ഓഗസ്റ്റ് 15. അതുപോലെ തന്നെ ഇന്ത്യയിൽ ആദ്യമായി ഇൻ്റർനെറ്റ് സേവനം നൽകിയത് VSNL ആണ്. എന്താണ് എൻ്റെ ഫുൾ ഫോം? വിദേശ് സഞ്ചാർ നിഗം ലിമിറ്റഡ് ആണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയുന്നു വെബ്സൈറ്റ് ആൻഡ് വെബ് പേജുകൾ. എന്താണ് വെബ്സൈറ്റ്? വെബ്സൈറ്റ് എന്താണ്? പരസ്പര ബന്ധമുള്ള അനേകം വെബ് പേജുകൾ
ഹൈപ്പർ ലിങ്ക് വഴി, എന്താണ് ഹൈപ്പർ ലിങ്ക് വഴി ബന്ധിപ്പിച്ചിരിക്കുന്ന സംവിധാനത്തെയാണ് വെബ്സൈറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് പരസ്പര ബന്ധമുള്ള അനേകം വെബ് പേജുകൾ ഹൈപ്പർ ലിങ്ക് വഴി ബന്ധിപ്പിച്ചിരിക്കുന്ന സംവിധാനം, അതാണ് വെബ്സൈറ്റ് എന്നറിയപ്പെടുന്നത്. ഒരു വെബ്സൈറ്റിൻ്റെ ആദ്യ പേജ് എന്താണ് അറിയപ്പെടുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയില്ല, എന്താണ് ഹോം പേജ് എന്നാണ് ഒരു വെബ്സൈറ്റിൻ്റെ ആദ്യ പേജ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഒരു വെബ്സൈറ്റിൻ്റെ ആദ്യ പേജാണ് ഹോം പേജ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, പരസ്പര ബന്ധമുള്ള അനേകം വെബ് പേജുകൾ ഹൈപ്പർ ലിങ്ക് വഴി ബന്ധിപ്പിച്ചിരിക്കുന്ന സംവിധാനമാണ് വെബ്സൈറ്റ് എന്നറിയപ്പെടുന്നത്. ഒരു വെബ്സൈറ്റിൻ്റെ ആദ്യ പേജാണ് ഹോം പേജ് എന്നറിയപ്പെടുന്നത്. വെബ് അഡ്രസ്സുകൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? വെബ് അഡ്രസ്സുകൾ അറിയപ്പെടുന്നത് URL എന്നാണ്. URL ഇത് മിക്ക PSC പരീക്ഷകൾ ചോദിച്ചിട്ടുള്ളത്. URLൻ്റെ ഫുൾ ഫോം എന്താണെന്നൊക്കെ ചോദിച്ചിട്ടുള്ളത്. എന്താണ് URLൻ്റെ ഫുൾ ഫോം? യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. ഓക്കെ, ഈ വെബ് അഡ്രസ്സുകൾ അറിയപ്പെടുന്നത് URL എന്നാണ്. ഓക്കെ, അപ്പം യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്നാണ് വെബ് അഡ്രസ്സുകൾ അറിയപ്പെടുന്നത്. വെബ് പേജുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ടെക്സ്റ്റ് അല്ലെങ്കിൽ ഇമേജ്, അതാണ് ഹൈപ്പർ ലിങ്ക്. ഓക്കെ, എന്താണ് വെബ് പേജുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ടെക്സ്റ്റ് അല്ലെങ്കിൽ ഇമേജ്, അതിനാണ് ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഹൈപ്പർ ലിങ്ക് എന്താണ്? വെബ് പേജുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ടെക്സ്റ്റ് അല്ലെങ്കിൽ ഇമേജ്, ഇതാണ് ഹൈപ്പർ ലിങ്ക്. ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിരവധി വെബ്സൈറ്റുകളിലേക്ക് പ്രവേശിക്കാൻ വഴിയൊരുക്കുന്ന വെബ്സൈറ്റുകളാണ് എന്ത്? വെബ് പോർട്ടൽ എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെ ഓർത്താൽ മതി, വെബ്സൈറ്റുകളുടെ വെബ്സൈറ്റ്, അങ്ങനെ ഓർത്താൽ മതി. എന്താണ് സംഭവം? ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിരവധി വെബ്സൈറ്റുകളിലേക്ക് പ്രവേശിക്കാൻ വഴിയൊരുക്കുന്ന വെബ്സൈറ്റുകളാണ് വെബ് പോർട്ടൽ എന്നറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് വെബ്സൈറ്റാണ് വെബ് പേജുകൾ എന്താണെന്ന് ഒന്നുകൂടെ പറയാം. പരസ്പര ബന്ധമുള്ള അനേകം വെബ് പേജുകൾ ഹൈപ്പർ ലിങ്ക് വഴി ബന്ധിപ്പിക്കുന്ന സംവിധാനമാണ് വെബ്സൈറ്റ് എന്നറിയപ്പെടുന്നത്. ഒരു വെബ്സൈറ്റിൻ്റെ ആദ്യ പേജ് അറിയപ്പെടുന്നത് ഹോം പേജ് എന്നും വെബ് അഡ്രസ്സുകൾ അറിയപ്പെടുന്നത് URL എന്നാണ്. എന്താണ് സംഭവം? യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ. അതുപോലെ തന്നെ വെബ് പേജുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ടെക്സ്റ്റ് അല്ലെങ്കിൽ ഇമേജാണ് ഹൈപ്പർ ലിങ്ക്. ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിരവധി വെബ്സൈറ്റുകളിലേക്ക് പ്രവേശിക്കാൻ വഴിയൊരുക്കുന്ന വെബ്സൈറ്റുകളാണ് വെബ് പോർട്ടൽ എന്നറിയപ്പെടുന്നത്. ഇനി എല്ലാവരും ഒന്ന് കണ്ണടച്ചിരിക്കുക. നമ്മൾ ഇന്ന് പഠിച്ച എല്ലാ കാര്യങ്ങളും ഒന്നും കൂടെ ആദ്യം തൊട്ട് നോക്കുന്നതായിരിക്കും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പഠിച്ചത് എത്രത്തോളം നമ്മുടെ തലയിലുണ്ടെന്ന് നമുക്ക് ഒന്നുകൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ട് ഇവിടുന്ന് തന്നെ എല്ലാം പഠിച്ചുകൊണ്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ണടച്ചിരിക്കുക. ഞാൻ ഒന്നുകൂടെ വായിക്കാം. അപ്പോൾ എന്താണ് ഇൻ്റർനെറ്റ്? നെറ്റ്വർക്കുകളുടെ നെറ്റ്വർക്ക് എന്നും ഇൻ്റർനാഷണൽ നെറ്റ്വർക്ക് എന്നും അറിയപ്പെടുന്നതാണ് ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റിൻ്റെ ആദ്യ രൂപമാണ് അർപ്പാനെറ്റ്. അർപ്പാനെറ്റിൻ്റെ ഫുൾ ഫോം എന്തോ? അഡ്വാൻസ്ഡ് റിസർച്ച് പ്രോജക്റ്റ് ഏജൻസി നെറ്റ്വർക്ക്. അർപ്പാനെറ്റ് 1969 അമേരിക്കൻ ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റാണ് ആരംഭിച്ചത്. പല നെറ്റ്വർക്കുകൾ തമ്മിൽ ബന്ധിപ്പിച്ചുള്ള കൂട്ടായ്മയാണ് ഇൻ്റർനെറ്റ് എന്നറിയപ്പെടുന്നത്. പിന്നെ ഇൻ്റർനെറ്റിൻ്റെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്നത് ആരാണ്? വിൻഡ് സർഫ്. ഓക്കെ, വിൻഡ് സർഫ്. പിന്നെ ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ അഥവാ IP നിലവിൽ വന്നത് എപ്പോഴാണ്? 1982. പിന്നീട് നമ്മൾ എന്തോ പറഞ്ഞ ഇന്ത്യയിൽ ഇൻ്റർനെറ്റ് ആരംഭിച്ചത് എപ്പോൾ? 1995 ഓഗസ്റ്റ് 15 പിന്നീട് നമ്മൾ എന്താ പറഞ്ഞ ഇന്ത്യയിൽ ആദ്യമായി ഇൻ്റർനെറ്റ് സേവനം നൽകിയത് VSNL ആണ്. അതിൻ്റെ ഫുൾ ഫോം എന്തോ? വിദേശ് സഞ്ചാർ നിഗം ലിമിറ്റഡ്. പിന്നെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ വെബ്സൈറ്റ് ആൻഡ് വെബ് പേജുകളാണ്. ഓക്കെ, എന്താണ് വെബ്സൈറ്റ്? പരസ്പര ബന്ധമുള്ള അനേകം പേജുകൾ ഹൈപ്പർ ലിങ്ക് വഴി ബന്ധിപ്പിച്ചിരിക്കുന്ന സംവിധാനം. എന്ത് വഴിയാണ്? ഹൈപ്പർ ലിങ്ക് വഴി ബന്ധിപ്പിച്ചിരിക്കുന്ന സംവിധാനമാണ് വെബ്സൈറ്റ് എന്നറിയപ്പെടുന്നത്. ഒരു വെബ്സൈറ്റിൻ്റെ ആദ്യ പേജ് അറിയപ്പെടുന്നത് എന്താണ്? ഹോം പേജ് എന്നാണ്. ഓക്കെ, ഹോം പേജ്. പിന്നെ വെബ് അഡ്രസ്സുകൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? URL എന്നാണ്. URL എന്താണ്? URL ഫുൾ ഫോം യൂണിഫോം റിസോഴ്സ് ലൊക്കേറ്റർ എന്നാണ്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? വെബ് പേജുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ടെക്സ്റ്റ് അല്ലെങ്കിൽ ഇമേജ്, അതിനെയാണ് ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്നത്. എന്താണ്? വെബ് പേജുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ടെക്സ്റ്റ് അല്ലെങ്കിൽ ഇമേജാണ് ഹൈപ്പർ ലിങ്ക് എന്നറിയപ്പെടുന്നത്. പിന്നെ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിരവധി വെബ്സൈറ്റുകളിലേക്ക് പ്രവേശിക്കാൻ വഴിയൊരുക്കുന്ന വെബ്സൈറ്റുകളാണ് വെബ് പോർട്ടൽ എന്നറിയപ്പെടുന്നത്. ഓക്കെ, അഥവാ ഇങ്ങനെയും പറയാം, വെബ്സൈറ്റുകളുടെ വെബ്സൈറ്റ് എന്നൊക്കെ അറിയപ്പെടുന്നത് വെബ് പോർട്ടലാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഇതിൻ്റെ ഭാഗം 3 നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യുക.